തംബ്നെയിലിൽ കണ്ട പോലെ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിസൈനർ ഫ്രോക്ക് ഇതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഫ്രോക്കിൻ്റെ വർക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഫ്രോക്കിന് ആവശ്യമായിട്ടുള്ള ഫുൾ മെഷർമെൻറ്റും ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് പേപ്പറിൽ. നെക്ക്, ഷോൾഡർ, ചെസ്റ്റ് ഷേപ്പ്, റിഗോള്, അതേപോലെ തന്നെ ഷോൾഡർ ടു വേസ്റ്റ്, പിന്നെ ഫുൾ ലെങ്ത് ഫ്രോക്കിൻ്റെ വരുന്നത്. അപ്പോൾ അടിഭാഗത്ത് സ്കേർട്ട് പാർട്ട് ചെയ്യുന്നത് ഒരു ഡബിൾ ലെയർ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം അതിലുണ്ട് കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ യോക്കിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതേ മെഷർമെൻറ്റാണോ എടുക്കുന്നതെന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടോ നിങ്ങൾക്ക് ഈ മെഷർമെൻറ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോട്ട് കൊടുത്തിട്ടുള്ളത് ബാക്ക് പീസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ ഫ്രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്ക് പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഡിഫറൻസ് എന്താണെന്ന് കാണിച്ചത്. അപ്പം ഡാർക്ക് ലൈനായിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റിൽ കോട്ടൺ ലൈനിങ് കട്ട് ചെയ്യുന്നു. അതിനുശേഷം അത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ചിട്ടാണ് ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഡോട്ട് ഇട്ടിട്ട് പേപ്പറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ ഒരു സെൻറ്റർ ഫോൾഡ് കൊടുത്തതിന് ശേഷമുള്ള തുണിയാണ് കേട്ടോ. അപ്പോൾ നിവർത്തുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നിവർത്തി കഴിയുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്കിൽ നടുഭാഗത്തായിട്ട് 1 ഇഞ്ച് വിഡ്ത്ത് കൂടുതലുണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്ന മെയിൻ മെറ്റീരിയൽ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിൻ്റെ അളവ് നോക്കിയിട്ടൊരു സ്ക്വയർ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതേ ഷേപ്പ് ആക്കിയിട്ടും കട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഒരു സ്ക്വയർ പീസായിട്ട് സാറ്റിൻ ലൈനിങ്ങും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കോട്ടൺ ലൈനിങ്, അതിൻ്റെ അടിയിലായിട്ട് മെയിൻ മെറ്റീരിയൽ, അതിൻ്റെ അടിയിലായിട്ട് സാറ്റിൻ ലൈനിങ്ങാണ് കൊടുക്കുന്നത്. ഇത് നെക്ക് നമ്മൾ മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. നെറ്റ് മെറ്റീരിയൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ നല്ല വശമാണ് ഫ്രണ്ടിലേക്കായിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ സീക്വൻസും ത്രെഡ് വർക്കൊക്കെ വരുന്ന ഭാഗം, അതാണ് നല്ല വശം വരുന്നത്. അതാണ് നമ്മൾ നേരെയാക്കി വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം സാറ്റിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം. ഓക്കെ, അതിന് ശേഷം ഇതിൻ്റെ ടോപ്പിലായിട്ടാണ് കോട്ടൻ്റെ നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ടുള്ള പീസ് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് വിഡ്ത്തിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ അവിടെ കട്ട് ചെയ്തളെ, വേസ്റ്റ് തുണി കട്ട് ചെയ്തളെ മറിച്ചടിക്കുക. ഓക്കെ, ഇപ്പോൾ എടുത്തിട്ടുള്ളത് ബാക്ക് പീസിൻ്റെതാണ്. ബാക്ക് പീസിനും അതേപോലെ തന്നെ സാറ്റിൻ്റെ ഷൈൻ ചെയ്യുന്ന പാർട്ട് വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മെയിൻ മെറ്റീരിയൽ വെക്കുക. ഇത് നെറ്റിൻ്റെ ആകുമ്പോൾ മാത്രമേ ഇങ്ങനെ ആവശ്യമുള്ളൂ കേട്ടോ. ഈ സാറ്റിനൊക്കെ ലൈനിങ് കൊടുക്കണ്ടില്ലെങ്കിൽ ഡയറക്റ്റ് ഒരു കോട്ടൺ ലൈനിങ് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാം. ഇതിൽ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്കിലും സെൻറ്ററിൽ ഓപ്പൺ വരുന്നിടത്തും സ്റ്റിച്ച് വരുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത്, നമ്മൾ ബേക്കിൽ ഹുക്കാണ് കൊടുക്കുന്നത്. ഹുക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു പീസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2.5 ഇഞ്ച് വിഡ്ത്തിൽ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയർ മെയിൻ മെറ്റീരിയലും കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഓപ്പണായിട്ട് കുറച്ച് കാണാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് നല്ല ഡിസൈനുള്ള മെറ്റീരിയലും കൂടെ അതിൽ ചേർത്തെടുക്കുന്നത്. ഇത് നമ്മളുടെ ബാക്കിലെ ഓപ്പൺ കൊടുക്കുന്ന ഭാഗത്തിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ആ ലെങ്ത്തിനെക്കാട്ടിലും ഒരു 1 ഇഞ്ച് കൂടുതലായിട്ടാണ് ഈ പീസ് എടുക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്തിട്ടാണ് അവിടെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. ഇതിലിപ്പോൾ സ്റ്റിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നെക്കിൻ്റെ അവിടെയും അവിടെ നിന്ന് നേരെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ കോട്ടൺ ലൈനിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഉള്ള പീസ് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവിടെ ഫോൾഡ് ചെയ്തിട്ട് മുകളിൽ നെക്കിൻ്റെ സ്റ്റിച്ചിൽ തട്ടാതെ തൊട്ട് താഴെയായിട്ട് വെച്ച് കൊടുക്കുന്നു. ഇത് മറിച്ചിടുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഞാൻ മറിച്ചിട്ട് കാണിച്ചു തരാം. സ്റ്റിച്ച് ചെയ്തത് മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ എഡ്ജിലൂടെ ഒരു സിംഗിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കണ്ടില്ലേ, സൈഡിൽ ഫിറ്റ് ചെയ്ത പീസ് എക്സ്ട്രാ പുറത്തേക്ക് പുൾ ഔട്ട് ചെയ്തിട്ട് അതിൽ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ബാക്ക് പീസ് ക്ലോസ് ചെയ്ത് വെക്കുക. ഇത് ഫ്രണ്ട് പീസും. ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഫ്രണ്ട് പീസിൽ എടുത്തതിന് ശേഷം ബാക്കിലെ 2 പീസുകളും കൂടെ ചേർത്തിട്ട് ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്നു.
ഷോൾഡർ നമുക്ക് 2-3 രീതിയിൽ ജോയിൻ ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് സാധാ ടൈപ്പിലാണ്, വെറുതെ വെച്ചിട്ട് ജോയിൻ ചെയ്യാണ്. ഇത് കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഷോൾഡറിലേക്ക് ചെറിയൊരു 1/4 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. ഇനി ഇത് ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൈഡിൽ ലോക്കാണ് കൊടുക്കാൻ പോകുന്നത്. അല്ലാതെ ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മെറ്റീരിയൽ നമ്മൾ ഒരു ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ മടക്കിയിട്ടാണ് ഒരു ടൈപ്പ് ഓഫ് കട്ടിങ്. ഇതിൽ നമുക്ക് കിട്ടുക ഹാഫ് സർക്കിളായിട്ടുള്ള കട്ടിങ് ആണ്. അതിൽ പകുതി റൗണ്ടാണ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് ഈ കട്ടിങ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഫുൾ സർക്കിൾ കട്ടിങ് ആണ്. ഇനി ഫുൾ സർക്കിളിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ മെറ്റീരിയലിനെ വെർട്ടിക്കലി ഒന്ന് ഫോൾഡ് ചെയ്യുന്നു. അതിനുശേഷം ലെങ്ത് വൈസ് ആയിട്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ സർക്കിളായിട്ട് ലൈനിങ്ങിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 40 ഇഞ്ചാണ്. സോ ഞാനിവിടെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 30.5 ഇഞ്ചാണ്. ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ലൈനിങ്ങിന് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് 4 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്ന സമയത്ത്, അരഭാഗത്തേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ കുട്ടിയുടെ വേസ്റ്റ് ലെങ്ത്തിൻ്റെ 1/4 ഭാഗം പ്ലസ് സീം എലവൻസും കൂടി ചേർത്തിട്ടുള്ള മെഷർമെൻറ്റ് കേട്ടോ. അത് നമുക്ക് ഈ 4 ഇഞ്ച് ലെങ്ത്ത് പ്ലസ് 30.5 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങളുടെ മെഷർമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നിങ്ങൾ നോക്കാൻ. ഇപ്പോൾ ഒരു 20 ഇഞ്ചാണ് വേസ്റ്റ് എങ്കിൽ 20 പ്ലസ് 1.5 ഇഞ്ച് നിങ്ങൾ സീം എലവൻസും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് 1/4 ഭാഗം ആക്കുമ്പോൾ ഉള്ള വേസ്റ്റ് അളവ് നമുക്ക് ഈ ഒരു ഭാഗം മാർക്ക് ചെയ്യുമ്പോൾ കിട്ടണം. ഇനി നമുക്ക് ഈ എഡ്ജിലൂടെ കട്ട് ചെയ്തിട്ടാണ് മെറ്റീരിയൽ എടുക്കേണ്ടത്. പേപ്പർ കട്ടിങ്ങിലുള്ള പോലെ അപ്പം നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഫുൾ സർക്കിളായിട്ടുള്ള ഒരു പീസ് കിട്ടും. അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് ഇതുപോലെ 2 ഹാഫ് പീസ് ആക്കുന്നുണ്ട്. ഫസ്റ്റ് കാണിച്ച രീതിയിലാണെങ്കിൽ ഈ മുകളിൽ കാണുന്ന പോലത്തെ ഒരു പീസാണ് ഉണ്ടാവുക. അതിനാണ് ഹാഫ് സർക്കിൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു 44 ഇഞ്ച് വിട്ടുള്ള ഒരു മെറ്റീരിയലാണെങ്കിൽ ഒരു 4 to 5 ഇയേഴ്സ് ഏജുള്ള കുട്ടിക്ക് വരെ ഫുൾ ലെങ്ത് ആയിട്ട് ജോയിൻ്റ് ഇല്ലാതെ കിട്ടും. ഇനി 60 ഇഞ്ച് ആണെങ്കിൽ അതിൽ കൂടുതൽ ഏജുള്ള കുട്ടികൾക്കും കിട്ടും. അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്ത് ജോയിൻ്റ് എന്തായാലും വരും, സൈഡിൽ ജോയിൻ്റ് പീസ് വരും. ഇപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ നെറ്റ് ആയതുകൊണ്ടാണ് സാറ്റിനും അടിയിലൊരു കോട്ടൺ ലൈനിങ്ങും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറ്റിൻ്റെ ലൈനിങ് കട്ടിങ് ഇങ്ങനെയാണ്. കോട്ടൺ എടുത്തിട്ട് നമ്മൾ ഒന്നിക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ കട്ടിങ് കൊടുക്കാം, അല്ലെങ്കിൽ സാധാ പോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ സാധാ പ്ലീറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 1 മീറ്റർ 1.5 മീറ്ററൊക്കെ എടുത്തതിന് ശേഷം 1 മീറ്ററൊക്കെ മതി, കുഞ്ഞു കുട്ടിയൊക്കെ ആകുമ്പോൾ 1 മീറ്റർ മതി. സാധാ പോലെ അടിഭാഗത്ത് വേസ്റ്റിൻ്റെ വിഡ്ത്ത് അനുസരിച്ചിട്ട് ചെറുതായിട്ടൊരു നെറി ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത്രേ ചെയ്യാനുള്ളൂ. ഇനി നമ്മൾ സ്കേർട്ട് പാർട്ടിലേക്ക് വേണ്ടിയിട്ട് 2 ലെയറായിട്ടാണ് മെറ്റീരിയൽ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള കട്ടിങ്ങുകളാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു പീസ് 10 ഇഞ്ചും ഒരു പീസ് 5 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലുള്ള ജോയിൻറ്റ്, താഴെ 2 ലെയറും തമ്മിലുള്ള ജോയിൻറ്റ്, അതിനുശേഷം എഡ്ജിൽ വരുന്നൊരു മെഷർമെൻറ്റ്, അതൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു കട്ടിങ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. യോക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതേ അളവിൽ തന്നെ ആദ്യം നമുക്ക് കോട്ടൺ ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുത്ത് വെക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള സാറ്റിൻ ലൈനിങ്ങിൻ്റെ വിഡ്ത്ത് കാണിച്ചു തരാം. കണ്ടോ, സെയിം യോക്കിൻ്റെ സെയിം അളവിലാണ് വരുന്നത്. നമ്മൾ സീം എലവൻസും കൂടെ ചേർത്തതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ലെയർ നമ്മളുടെ മെയിൻ നെറ്റ് ഫ്രിൽ ചെയ്യാൻ പോകുന്ന നെറ്റ് മെറ്റീരിയൽ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സാറ്റിൻ, അതിനും താഴെയായിട്ടാണ് കോട്ടൺ ലൈനിങ്. ഇത് 3 ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഫ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെറ്റ് മെറ്റീരിയലിൻ്റെ 10 ഇഞ്ചിൽ എടുത്തിട്ടുള്ള പീസില്ലേ, ആ പീസാണ് ഇപ്പോൾ ഫ്രില്ല് ചെയ്തിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. ഇതാ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ടോപ്പ് ലെയറിൽ പ്ലെയിൻ നെറ്റ്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സാറ്റിൻ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കോട്ടൺ ലൈനിങ്. ഇപ്പം നെറ്റ് കാണുമ്പോൾ നമുക്ക് ഫുൾ ലെങ്ത് ഇല്ല, കാരണം നമ്മൾ താഴത്തെ പീസ് അതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി അതും കൂടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ആദ്യം ചെയ്ത് വെക്കുക, അതിന് ശേഷമാണ് താഴെ ഫ്രില്ലിട്ടിട്ട് കൊടുക്കുന്നത്. ഇനി യോക്കും സ്കേർട്ട് പാർട്ടും കൂടെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസിലാണ് അത് ചെയ്യുന്നത്. നമ്മളിവിടെ സ്റ്റിച്ചിങ്ങും ജോയിൻറ്റും ഒക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റിലാണ്. ഇതിന് ശേഷം നമ്മൾ താഴത്തെ ഫ്രിൽ പാർട്ട് എടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതും ഒരു 1/2 ഇഞ്ചിൻ്റെ ഡിഫറൻസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്ത് കൊടുക്കുക.
സ്കേർട്ട് പാർട്ടിൽ അടിയിലെ ലെയറും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെയാണ് വരിക. ഏറ്റവും അടിഭാഗത്ത് ഇപ്പം നല്ല വൈഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് ജോയിൻറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഉണ്ടാവുക. ഇനി സ്ലീവിന് വേണ്ടിയിട്ടുള്ള ഡിസൈനാണ്. ഒരു 4.5 ഇഞ്ച് വിഡ്ത്തിൽ ഒരു 3/4 മീറ്റർ ലെങ്ത്തും കൊടുത്തിട്ടുള്ളൊരു പീസാണ്. അതിൽ 1.5 ഇഞ്ച് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഒരു പ്ലീറ്റിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഇഞ്ച് വിഡ്ത്തിൽ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് പ്ലീറ്റ്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഇത് രണ്ടും തമ്മിൽ ജോയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വൺ സൈഡിൽ നല്ല തിക്നെസ് ആയിട്ട് വരികയും ചെയ്യും. ഇതുപോലെ ലൈക്ക് ദിസ് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ചെയ്തതിന് ശേഷം രണ്ട് സ്ലീവിലേക്കും വേണ്ടത് ഇതുപോലെ ചെയ്തെടുക്കുക, പ്ലീറ്റായി ചെയ്തിട്ട്. ഇനി ഇത് നമുക്ക് ഷോൾഡറിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ സ്ലീവിൻ്റെ വിഡ്ത്ത് അത് എത്രയാണോ മെഷർമെൻറ്റ് അതിന് കണക്കാക്കിയിട്ട് വേണം ഇതിൻ്റെ ഒരു ഈ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ള സ്ലീവിൻ്റെ ഡിസൈനിൻ്റെ ലെങ്ത്ത് കറക്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ യോക്കിൻ്റെ ജോയിൻറ്റ് വരുന്നിടത്ത് ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഫ്രില്ലിട്ടിട്ട് 2 ലെയർ ഓഫ് പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും ഒരുമിച്ച് ജോയിൻ ചെയ്യുക. അതിനുശേഷം ഫ്രില്ലിൻ്റെ യോക്കിൻ്റെയും ജോയിൻറ്റിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഫൈനലി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ബാക്കിലൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് സാറ്റിൻ ലൈനിങ് യൂസ് ചെയ്തിട്ടുള്ള അടിപൊളി ബോ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഫ്രോക്കിൻ്റെ ബേക്കിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. സോ നമ്മളുടെ ഇന്നത്തെ ഡിസൈനിങ് ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഫ്ലഫി സ്ലീവ് ഉണ്ട്. യോക്കിൽ പുതിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ പ്ലെയിൻ നെറ്റ്, അതിനടിയിലായിട്ട് സാറ്റിൻ കൊടുത്തതിൻ്റെ എഡ്ജ് നമ്മൾ പിക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടൺ സാധാ പോലത്തെ പ്ലീറ്റ് കൊടുത്ത് എഡ്ജ് സാധാ പോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ Nylah Couture എന്ന ഈ ചാനലിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെച്ചിട്ട് എപ്പോഴും ഇതിൻ്റെ വീഡിയോസ് കാണാൻ ശ്രമിക്കാം. ഇതുപോലുള്ള ഡിസൈനുകൾ സ്വന്തമായിട്ട് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.